അങ്ങനെ നമ്മുടെ ഫസ്റ്റ് എക്സാം ഈ വർഷത്തെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യണം, അടിച്ചു പൊളിക്കണം. പക്ഷെ അതിനു മുമ്പ് ഒരു മിനിറ്റ് ഞങ്ങളുടെ വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഓണം എക്സാം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ പഠിച്ചതനുസരിച്ചാണ് വന്നത്, ഓവർ ടഫായോ എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കും അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ക്രിസ്മസ് അടുത്തൊക്കെ ബെറ്റർ ആക്കാം, അടിപൊളിയാക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം തീർച്ചയായും കമന്റ് ചെയ്യുക. ഏതൊക്കെ എക്സാംസ് ആയിരുന്നു ഈസി, ഏതൊക്കെയായിരുന്നു ടഫ്, ചിലത് ഭയങ്കര ഈസി ആയിട്ടുണ്ടാവും, ചിലത് ടഫ് ആയിട്ടുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് അലൻ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഇനി നമുക്ക് വർക്ക് ചെയ്ത് റെഡി ആക്കി എടുക്കാം. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ ഓണം എക്സാം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി ഈസി ആയിട്ടുള്ള എക്സാം ആണ്. അപ്പൊ നിങ്ങൾ സാർ അയ്യോ അല്ലല്ലോ, ഇത് ടഫായിരുന്നു, മാത്സ് ടഫായിരുന്നു, മറ്റേ ടഫായിരുന്നു, ഫിസിക്സ് ടഫായിരുന്നു, അല്ലെ സയൻസ് ടഫായിരുന്നു ഒക്കെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും. പക്ഷെ റിയാലിറ്റിയിൽ ഓണം എക്സാമിനെക്കാളും ഈസി ആയിട്ടുള്ള വേറൊരു എക്സാം ഉണ്ടാകാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം നിങ്ങൾക്ക് ഓണം എക്സാമിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടാവും, അല്ലെ? 2, 3 മാക്സിമം ഒരു 4 ചാപ്റ്റർ ഒക്കെ ഓരോ സബ്ജക്റ്റിനും പഠിക്കാനുണ്ടാവുള്ളൂ. എന്നാൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിൽ വരുമ്പോൾ ചാപ്റ്റേഴ്സ് ഡബിൾ ആവും. പബ്ലിക്കിലേക്ക് വരുമ്പോൾ അത് ട്രിപ്പിളിനേക്കാളും കൂടും എന്നാണ് സത്യം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ, ഈ 2, 3 ചാപ്റ്ററും പഠിക്കാൻ തന്നെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാണ് ഇപ്പോഴെങ്കിൽ, നിങ്ങൾ ക്രിസ്മസ് എക്സാമിനും പബ്ലിക്കും എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അപ്പൊ അതിന് സൊല്യൂഷൻ ഇല്ല എന്നല്ല, സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ സൊല്യൂഷൻ എക്സാമിന്റെ തലേന്നുള്ള ദിവസങ്ങളിൽ കുത്തിയിരുന്ന് മാത്രം പഠിക്കുക എന്നല്ല. ഓണം എക്സാമിന് ഒരുപക്ഷെ അത് വർക്ക് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ എക്സാമിന്റെ ഒരാഴ്ച മുമ്പൊക്കെ പഠിച്ച് നമ്മുടെ മാരത്തോൺ ലൈവും ക്വസ്റ്റ്യൻ ലൈവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് നല്ല മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടാവും. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ ക്രിസ്മസിലേക്കും പബ്ലിക്കിലും പോകരുത്. കാരണം അവിടെ ചാപ്റ്ററിന്റെ എണ്ണം ഡിഫറെന്റ് ആണ് എന്ന് മാത്രമല്ല, എക്സാമിന്റെ ലെവല് എന്തായാലും മുകളിലേക്ക് പോകുള്ളൂ, പ്രത്യേകിച്ച് പബ്ലിക് എത്തുമ്പോൾ. പക്ഷെ ക്രിസ്മസിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ബ്രെയിൻ ഒരു റോബോട്ട് പോലെയല്ല. 3 ചാപ്റ്റർ ഞാൻ ഇത്ര സമയം കൊണ്ട് പഠിച്ചപ്പോൾ 6 ചാപ്റ്റർ ഡബിൾ അങ്ങനെയല്ല. ഇവിടെ ഓരോ ചാപ്റ്റർ കൂടുന്തോറും നമുക്ക് ബുദ്ധിമുട്ട് കൂടും. കാരണം ആദ്യം പഠിച്ചത് മറക്കും, പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നിങ്ങൾക്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ട് കൂടും. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടും ചാപ്റ്റർ എണ്ണത്തിന്റെയും കൂടുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് അലക്സ് സൊല്യൂഷൻ എന്താണ്? സൊല്യൂഷൻ എത്രയേ ഉള്ളൂ മക്കളെ, ഈ ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചു കൊടുക്കുമല്ലോ, ആ പഠിച്ചു കൊടുക്കുന്ന സമയത്ത് ക്രിസ്മസ് എക്സാം ആവാൻ വേണ്ടി ആരും വെയിറ്റ് ചെയ്യണ്ട. എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് പഠിച്ചു കൊടുക്കുക എന്ന് മാത്രമേ ഇതിന്റെ സൊല്യൂഷൻ ഉള്ളൂ. അത് ഇനിയെങ്കിലും, ഇതുവരെ നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യുന്നതാണ് എന്റെ പ്രതീക്ഷ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ചാടിക്കർ എക്സാമിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്താലേ നടക്കുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് അത് പ്രോപ്പർ ആയിട്ട് ചെയ്യണം. കാരണം ഇതിനൊക്കെ ഒരു തീരുമാനം കൂടെ എടുത്താൽ പോരല്ലോ, ഇത് പഠിക്കാൻ വേണ്ടി സാധനം വേണ്ടേ, അല്ലെ? ക്വസ്റ്റ്യൻസ് വേണം, ടെക്സ്റ്റ് ബുക്കിലെ മൊത്തം കാര്യങ്ങൾ കവർ ചെയ്യണം, അങ്ങനത്തെ കുറെ സാധനങ്ങൾ വേണം. അത് ഏറ്റവും ക്വാളിറ്റിയിലുള്ള, ഏറ്റവും ബെസ്റ്റ് ക്ലാസ്, ഏറ്റവും ബെസ്റ്റ് കേരളത്തിലെ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്ന സാധനം നമ്മുടെ എക്സാമിനർ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എക്സാമിനറിന്റെ നിങ്ങളുടെ എക്സാമിലെ, നിങ്ങൾ ഓണം എക്സാമിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടു, എത്രത്തോളം നല്ലതാണ് ക്ലാസ്, എത്രത്തോളം നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം പരീക്ഷയിൽ അത് ഗുണമുണ്ടെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിനറിന്റെ ക്ലാസ്സുകളിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മളിൽ എക്സാമിനർ ടീമിൽ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒന്നും ആലോചിക്കാനില്ല, ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്തോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ കുറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ബാച്ചിലെ ക്ലാസ് കൃത്യമായിട്ട് നടക്കുന്നതനുസരിച്ച് നിങ്ങൾ വന്നിരുന്ന് അതും കൂടി കണ്ടാൽ മാത്രം മതി. ഓക്കെ, എന്ന് മാത്രമല്ല, നമ്മൾ 27-ന് ഓണം നിങ്ങളുടെ സെലിബ്രേഷൻ കഴിഞ്ഞ്, ഓണവും കഴിഞ്ഞ് 27-ന് നമ്മുടെ ക്ലാസ്സസ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ആ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു ഓറിയന്റേഷൻ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും, അല്ലെ? ഇനി അങ്ങോട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്. മാത്രമല്ല, ഓണത്തിന് പഠിച്ച ചാപ്റ്റേഴ്സും ഒക്കെ തട്ടിക്കൂട്ടാണ് പഠിച്ചേ, പബ്ലിക്കിലും ക്രിസ്മസിലും അത് മതിയാവില്ല. അപ്പൊ അതൊക്കെ എങ്ങനെ പഠിക്കണം എന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ്സുകൾ വേഗം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വേഗം സ്റ്റാർട്ട് ചെയ്താലുള്ള ഗുണം, മെല്ലെ പഠിച്ചിട്ടാണെങ്കിലും നമുക്ക് ക്രിസ്മസിനും പബ്ലിക്കും ഒക്കെ നല്ല മാർക്ക്, ആക്ച്വലി നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. ഓക്കെ മക്കളെ, അപ്പൊ 27-ന് നമ്മുടെ ക്ലാസ്സുകൾ റീസ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങളിപ്പോ പുതിയ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണ് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മൾ August 15 നടന്ന ഓഫർ നിങ്ങൾക്ക് August 26 വരെ നിങ്ങൾക്ക് കുട്ടിയിരിക്കുന്നത്. അപ്പൊ 27-ന് നമ്മൾ ക്ലാസ്സസ് റിസീവ് ചെയ്യും വിത്ത് ഓറിയന്റേഷൻ. ആദ്യം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ എങ്ങനെ പഠിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും പുതിയ കുട്ടികൾക്കും ഓൾറെഡി ഉള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്നുകൂടി ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഓണം കഴിഞ്ഞിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോകണം 27-ന്. ഓക്കെ, ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ മക്കളെ, അപ്പൊ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും എന്ത് ചെയ്യുക, ഓണത്തിന് മുൻപ് തന്നെ നമ്മുടെ ഓണം ഓഫർ ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് വേഗം അഡ്മിഷൻ എടുക്കുക. എന്നിട്ട് റെഡി ആയിരിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ ട്രാപ്പാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ക്രിസ്മസിലും പബ്ലിക്കിലും. ആ ട്രാപ്പിൽ വീഴാതിരിക്കണമെങ്കിൽ
റെഗുലർ സ്റ്റഡീസ് മാത്രമേ ഇതിനുള്ള സൊല്യൂഷൻ ഉള്ളൂ. അതിൽ ഏറ്റവും നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന എക്സാമിനറുടെ ബാച്ചുമാണ്. ഞങ്ങളുടെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും റിഗ്രറ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല, ക്രിസ്മസ് പരീക്ഷയും പബ്ലിക് പരീക്ഷയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ എക്സാം. ആ രീതിയിൽ നമ്മൾ ആക്കിയെടുക്കും. ഓക്കെ, അപ്പൊ വൺസ് അഗൈൻ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും വെക്കേഷൻ ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കേറി പോരെ ബാച്ചിലേക്ക് നമുക്ക് കാണാം.